പ്രിയ സഹോദരങ്ങളെ, ആമേൻ എന്ന എബ്രായ പദം സത്യം, അങ്ങനെ തന്നെ ഭവിക്കട്ടെ എന്നർത്ഥം വരുന്ന അമാൻ എന്ന മൂലപദത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത്. കത്തോലിക്ക സഭയുടെ വേദോപദേശമനുസരിച്ച് ദൈവത്തിൻ്റെ വിശ്വസ്തതയെയും നമ്മുടെ ഉറച്ച വിശ്വാസത്തെയും ഈ വാക്ക് ഉറക്കെ പ്രഖ്യാപിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഏകദേശം 150ഓളം തവണ ഈ പദം പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഇതിൽ പഴയ നിയമത്തിൽ 30 തവണയും പുതിയ നിയമത്തിൽ യേശു തന്നെ 100-ൽ പരം തവണയും ഇത് ഉപയോഗിക്കുന്നതായി കാണുന്നു. ദൈവഹിതത്തിന് പൂർണ്ണമായി വഴങ്ങിക്കൊണ്ട് പരിശുദ്ധ മറിയം നൽകിയ ഫിയാറ്റ് അഥവാ അവിടുത്തെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന മറുപടി മറിയത്തിൻ്റെ വലിയൊരു ആമേനായിരുന്നു. ഇന്നും കത്തോലിക്ക സഭയുടെ ആരാധനാക്രമം, അതായത് ലിറ്റർജിയിൽ പ്രാർത്ഥനകൾക്കും വിശ്വാസ പ്രമാണത്തിനും ഒടുവിൽ ആമേൻ ഉപയോഗിക്കുന്നത് വിശ്വാസികൾ തങ്ങൾ കേട്ട വചനം സത്യമാണെന്ന് സാക്ഷ്യപ്പെടുത്താനും ദൈവഹിതത്തിന് സമ്മതം നൽകാനും വേണ്ടിയാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവഹിതം നിറവേറാനായി പരിശുദ്ധ മറിയത്തെ പോലെ എളിമയോടെ ആമേൻ പറയാൻ നാം എപ്പോഴും സജ്ജരായിരിക്കണം. പ്രാർത്ഥനകളിൽ ആവർത്തിക്കുന്ന വെറുമൊരു വാക്കായല്ല, മറിച്ച് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിലുള്ള പൂർണ്ണ സമർപ്പണമായി ഇത് മാറണം. ഓരോ ദിവ്യ ബലിയിലും വിശുദ്ധ കുർബാന നാം സ്വീകരിക്കുമ്പോൾ നാം പറയുന്ന ആമേൻ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ സാന്നിധ്യത്തിലുള്ള നമ്മുടെ അചഞ്ചലമായ വിശ്വാസത്തിൻ്റെ അടയാളമാണ്. വിശുദ്ധ തൃത്വത്തിൻ്റെ കൃപയും അനുഗ്രഹവും നിങ്ങളോടെപ്പോഴും ഉണ്ടായിരിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.